ഇംപ്ലാന്റ് ഓപ്പറേഷൻ പലപ്പോഴും നമ്മളോട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് അവസാനത്തെ ഒരു വഴിയാണ് എന്ന് ഡോക്ടർ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ഇംപ്ലാന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വന്നാൽ ഉടൻ തന്നെ ചെയ്തു തരുന്ന ഒരു കാര്യമല്ല. ഞങ്ങൾ അവസാന ഘട്ടം എന്ന രീതിയിൽ മാത്രം ചെയ്തു. അപ്പോ ഇത് കാണുമ്പോ ആളുകൾ ചോദിക്കുന്നതാണ്, എന്തുകൊണ്ടാണ് അത് ആദ്യമേ ചെയ്യാത്തതെന്ന് ഞാൻ ചോദിക്കാം, ഒരു രോഗി ഡോക്ടറെ കാണാൻ പോകുന്നു, ഒരു സർജന്റെ അടുത്ത് പോകുന്നു, ഡോക്ടറെ എനിക്ക് വയറുവേദനയാണ്, നല്ല വേദനയുണ്ട്. ഡോക്ടർ പരിശോധിച്ച് നോക്കി, ചിലപ്പോൾ എക്സ്റേ എടുത്തു, അല്ലെ അൾട്രാസൗണ്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് പറയുന്നു, ഒരു ഗുളിക കുറിച്ച് തരാം, അത് കഴിക്കുക, ഒരാഴ്ച കഴിക്കുക, മാറുന്നോ നോക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഉടനെ രോഗി പറയാണ്, അല്ല ഡോക്ടറെ, എനിക്ക് ഇപ്പൊ തന്നെ വയറ് കീറി നോക്കണം, എന്ത് ഉണ്ടെന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറും ഒരു സർജനും അതിന് വിധേയനാകും. എത്തിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടേഴ്സും അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആയിട്ട് വരുന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം അതിന് വിവിധ കാരണങ്ങളുണ്ടാവാം. ഫിസിക്കലാവാം, സൈക്കോളജിക്കലാവാം. അപ്പൊ അത്തരം കേസുകളിൽ ഫസ്റ്റ് കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മെഡിസിൻ തന്നെയാണ്. മെഡിസിൻ ഫലിക്കാതെ, അതായത് കാരണം എന്താ വെച്ചാൽ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതൊരു മേജർ പ്രൊസീജിയറാണ്, ഇൻവേസീവ് പ്രൊസീജിയറാണ്. പിന്നെ ശരീരത്തിനുള്ളിലേക്ക് 2 ഇംപ്ലാന്റ് വസ്തുക്കളോ പമ്പോ എന്തെങ്കിലും ഒരു വസ്തു അവിടെ ഇംപ്ലാന്റ് ചെയ്യാൻ നിക്ഷേപിച്ചു വെക്കുകയാണ്. ആ സാധനം എടുത്തു കളഞ്ഞാൽ അയാൾക്ക് ജന്മനാ ഉണ്ടായിരുന്ന ഉദാഹരണം തന്നെ ഇല്ലാതായി. അപ്പൊ അത് ആ തരത്തിൽ നോക്കുമ്പോൾ ഒരു ദോഷമാണ്. ഇപ്പൊ ഇറക്ഷൻ ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ ഇറക്ഷന് വേണ്ടി മരുന്ന് കഴിച്ചിട്ട് ഫലമില്ലാത്തവർക്കോ, സൈഡ് എഫക്ട് കാരണം മരുന്ന് കഴിക്കാൻ പറ്റാത്തവർക്കോ, അല്ലെ അനവധി മരുന്നുകൾ വേറെ രോഗത്തിന് കഴിക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ ഇതും കൂടെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് വെച്ചു കൊടുക്കുന്നതിന് കാരണം അതാണ്. 30 വയസ്സുള്ള ഒരാൾ കയറി വരുന്നു, ഇംപ്ലാന്റ് വേണമെന്ന് പറയുന്നു, അയാൾ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാത്ത ഒരാൾക്ക് ഇംപ്ലാന്റ് വെച്ചു കൊടുക്കുമ്പോൾ ചില കൺഫ്യൂഷൻസ് ഉണ്ട്. വെച്ച് കഴിയുമ്പോൾ ഇദ്ദേഹം ഇത് മാരേജിന്റെ സമയത്ത് റിവീൽ ചെയ്യണോ വേണ്ടയോ പാർട്ട്ണറോട്, ആ വ്യക്തി തന്നെ കൺഫ്യൂഷനിലാവും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഭാര്യ അല്ലെ കെട്ടാൻ പോകുന്ന പെണ്ണ് വിചാരിക്കും, ഒരു ഡിഫക്റ്റ് ഉള്ള ഒരാളെ അല്ലെ ഉണ്ടായിരുന്ന ഒരാളെ ഞാൻ എന്തിനു കെട്ടണം, മാറിപ്പോവാം. ഇനി അത് ഒളിച്ചു വെച്ച് കഴിഞ്ഞാൽ മാരേജിന് ശേഷം കല്യാണം കഴിച്ച പെൺകുട്ടി തിരിച്ചറിയുമ്പോൾ അവൾ ചോദിക്കും, ഇതെന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല, എന്നെ വഞ്ചിച്ചില്ലേ? അവിടെ കോൺഫ്ലിക്റ്റ് വരും. അപ്പൊ അങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും ഇത് ഡിസ്കറേജ് ചെയ്യുള്ളൂ. നിങ്ങൾ ടെസ്റ്റുകൾ ചെയ്യാം, പരിശോധിച്ച് നോക്കാം, കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ആവശ്യമില്ല. ഇനി അഥവാ വേണമെങ്കിൽ മാരേജിന് ശേഷം പ്രശ്നമുണ്ടെങ്കിൽ, മരുന്ന് കഴിച്ചിട്ടും ശരിയാവാത്ത അവസ്ഥയാണെങ്കിൽ അപ്പൊ ചെയ്യാമല്ലോ. ചെയ്താൽ ആ ഒരു ഇറക്ടൈൽ ഫംഗ്ഷൻ പൂർണ്ണമായിട്ട് വീണ്ടെടുക്കാവുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ ഇറക്ടൈൽ ഫംഗ്ഷൻ ഈ ഒരു ട്രീറ്റ്മെന്റിലൂടെ അല്ലെങ്കിൽ ഇംപ്ലാന്റ് ഓപ്പറേഷനിലൂടെ തിരിച്ചെടുക്കാൻ പറ്റും. അത് വിവാഹ ജീവിതത്തിന് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ തടസ്സമാവില്ല. അങ്ങനെ പലതും ഉണ്ട്. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഇയാൾ പറയാണ്, എനിക്കിത് എടുത്ത് കളയണം എന്ന് പറഞ്ഞാൽ എടുത്ത് കളയാം. എടുത്ത് കളയുന്നതോടെ ഇയാളുടെ ഉള്ള ഇറക്ഷൻ കൂടി ഇല്ലാതാവുകയാണ്, ജന്മനാ ഉണ്ടായിരുന്നതുകൊണ്ട് നഷ്ടപ്പെടും. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരാളെ തള്ളിവിടാൻ പാടില്ല. അത് വെക്കുന്നതിന് മുമ്പ് അതിന്റെ ഗുണവും ദോഷവും എല്ലാ വശങ്ങളും, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് ബോത്ത്, അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ രോഗിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത്, ഇനി അയാൾക്കൊരു ഭാര്യയുണ്ട്, ഭാര്യയുടെ അറിവോടെയാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ പങ്കാളിയെയും കൂടെ ഇരുത്തി കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്ത് കൃത്യമായിട്ട് അതിന്റെ ഗുണവും ദോഷവും മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അവരൊരു ഇൻഫോംഡ് കൺസെന്റ്, ഈ വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അവർ സ്വമേധയാ എനിക്ക് ഈ ഓപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് പോകേണ്ടത്. അല്ലാതെ വരുന്ന ഉടനെ പിടിച്ച് നേരെ എന്നാ കയറി കിടന്നു ഞാനിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാശുണ്ടാക്കാനുള്ള ഒരു വിദ്യയാവാം, അല്ലെങ്കിൽ മണ്ടത്തരമാണെന്ന് ഞാൻ പറയുള്ളൂ.